വെൽക്കം ടു TCS ഏലപ്പെട്ടി ബംഗ്ലാവ്. ഏലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം തമിഴിൽ അവസാനത്തെ ഗ്രാമം എന്നാണ് പറയുന്നത്. ഇത് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് കേരളവും തമിഴ്നാടും ആയിട്ടാണ്. മൂന്നാർ എന്ന് പറയാമെങ്കിലും മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരമുണ്ട് മൂന്നാർ ടൗണിൽ നിന്ന്. അപ്പോൾ ശരിക്കും മൂന്നാർ ഏരിയ ടച്ച് ചെയ്തിട്ട് അതിൻ്റെയും കുറച്ചും കൂടി മുകളിലോട്ട് പോകുന്നതാണ് ഏലപ്പെട്ടി. ഏലപ്പെട്ടിയുടെ ഒരു പ്രത്യേകത, ഇവിടെ ഫുൾ ടീ പ്ലാന്റേഷനാണ്, മൊത്തം തേയിലയാണ്, പിന്നെ കുറച്ച് ഏലമുണ്ട്. ഇവിടെ ട്രക്കിങ്ങിന് ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ്, അതുപോലെ തന്നെ ക്യാമ്പിങ്ങിനും ബെസ്റ്റ് സ്ഥലം തന്നെയാണ്. ഏലപ്പെട്ടി ബംഗ്ലാവാണെങ്കിൽ ഭയങ്കര ഒരു സൂതനിങ്ങും പീസ്ഫുള്ളും ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് അവിടെ തന്നെ ഇരുന്ന് റിലാക്സ് ചെയ്ത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ഒന്ന് പീസ്ഫുള്ളായിട്ട് കാമായിട്ട് റിലാക്സ് ചെയ്ത് തിരിച്ച് പോകാൻ പറ്റും. ഇതിപ്പോൾ ബംഗ്ലാവിൻ്റെ ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ ബ്രിട്ടീഷുകാരും പണ്ടത്തെ അവിടുത്തെ എസ്റ്റേറ്റ് മാനേജറും ഒക്കെ കൂടിയൊക്കെ ചെയ്തതാണ്. ശരിക്കും നമ്മുടെ ഒരു ഫോറിൻ കൺട്രിയിലെ ഇൻറ്റീരിയർ പണ്ടത്തെ ഇൻറ്റീരിയർ പോലെ തോന്നും. തടിയാണെങ്കിലും വുഡൻ വർക്ക്സ് ആണെങ്കിലും ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ആണെങ്കിലും 1918 ഈ ബംഗ്ലാവ് ഉണ്ടാക്കിയത്. അന്ന് ഏകദേശം ഒരു 19,000 അറൗണ്ട് 20,000 റുപ്പീസ് വെച്ചിട്ടാണ് ഈ ബംഗ്ലാവ് ഉണ്ടാക്കിയത്. പക്ഷേ അതിൻ്റെ ഒരു നമുക്കവിടെ പോകുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ റൂംസും ഡൈനിങ്ങും വിസിറ്റിങ്ങും എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേ ഏരിയയും എല്ലാം കാണുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മാത്രമല്ല എന്തോ ഒരു ഭയങ്കര നമ്മൾ പണ്ട് കണ്ട് മറന്ന ഏതോ ഒരു സ്ഥലം പോലെ തോന്നും. നമുക്കൊരു സ്ട്രേഞ്ച് ഫീൽ തോന്നില്ല, ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്. വന്ന് കയറിയപ്പോൾ തന്നെ ഇതെവിടെയോ കണ്ടു മറന്നൊരു സ്ഥലമാണല്ലോ, അങ്ങനെ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ആ സ്ഥലത്തിനോട് തോന്നും. നമുക്ക് കുറച്ചും കൂടി പുറത്താണെങ്കിലും ഉള്ളിലാണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ നമുക്ക് തോന്നുന്നൊരു ഏരിയയാണ്. ഏകദേശം സീ ലെവലിൽ നിന്ന് ഒരു 2000 മീറ്റർ അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തന്നെ ടോപ്പ് സ്റ്റേഷനിലെത്തി. ആ വ്യൂവും സൂപ്പറാണ്. ഇതിൻ്റെ ഒരു മൗണ്ടൻ, ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ മീശപ്പുലിമലയാണ്. അതിൻ്റെ ഒരു സൈഡിലുള്ള ഒരു മൗണ്ടൻ, ഒരു വലിയ മല മീശപ്പുലിമലയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറത്തൊരു സൈഡ്, ഒരു സൈഡ് മീശപ്പുലിമലയും പിന്നെ അപ്പുറത്തെ സൈഡ് ഒരു വലിയ മല കഴിയുമ്പം കൊടൈക്കനാലുമാണ്. സോ നമുക്ക് ഇതിൻ്റെയൊക്കെ നടുക്ക് നിൽക്കുന്നൊരു ഫീല് കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് റിഡ്ജസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് എന്നാണ് പറയുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് നമ്മൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും വെസ്റ്റേൺ ഗട്ട്സിൻ്റെ റിഡ്ജസിലാണ് ശരിക്കും ഏലപ്പെട്ടി എസ്റ്റേറ്റും ഈ ബംഗ്ലാവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള കാറ്റും ഒരു പ്രത്യേക തണുപ്പും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിന് നിയറസ്റ്റ് ആയിട്ടുള്ള വേറൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കുണ്ടല ഡാമാണ്. ഇതെല്ലാം ഭയങ്കര സീനിക് ബ്യൂട്ടിയുള്ള പ്ലേസസാണ്. കുറച്ച് സമയം ഈ ടീ പ്ലാന്റേഷനിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഭയങ്കര ഒരു ഹെവൻലി ഫീലാണ്, വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ, ടോട്ടലി ഒരു ഹെവൻ. ശരിക്കും TCSൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി അവരവരുടെ എംപ്ലോയീസിന് സ്റ്റേ ചെയ്യാൻ കൊടുക്കുന്നത് ഒരു
വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള പ്ലേസിലും ടീ എസ്റ്റേറ്റിൻ്റെ നടുക്കും സ്റ്റേ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള ഹോട്ടൽസിലായിരിക്കും സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അപ്പോൾ ഈ ടീ എസ്റ്റേറ്റിൻ്റെ നടുക്ക് നിൽക്കുന്ന ആ ഒരു ഹെവൻലി ഫീലിംഗ് നമുക്ക് കിട്ടാൻ ഇത്തിരി പാടായിരിക്കും.